ഒരു വെളുത്ത പതാകയും 2 കറുത്ത പതാകകളും എടുത്ത് പതാകകൾ റെഡിയാക്കി. اللهم إنهم حفاة فاحملهم وعراة فاكسهم الله وجعاء فاشبعهم وعالة فاغنهم من فضلك فما رجا أحد يريد أن يركب على الدابة يا رسول الله എന്റെ കൂടെയുള്ളവരൊന്നുമില്ലാത്തവരാണ്. ഉടുക്കാൻ തുണിയില്ല, ഉടുപ്പിക്കണേ പടച്ചവനെ. കഴിക്കാൻ അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് നൽകണമേ നാഥ. അവർ വിഷണ്ണരാണ്, പരിഹാരം നീ നൽകണേ റഹ്മാനേ. ചില്ലിക്കാശുകളില്ല, ചില്ലറകൾ നൽകണേ പടച്ചവനെ. എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളെ ചിട്ടപ്പെടുത്തി. ബദറിന്റെ താഴ്വരയിൽ ബദർ യുദ്ധ ചരിത്രത്തിന്റെ വിസ്തൃതമായ തലം പറയൽ ഇപ്പോഴെന്റെ ലക്ഷ്യമല്ല. നിങ്ങൾ സാധാരണ കേൾക്കുന്നതാണ്, അതിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നില്ല. എന്നാൽ അറിയുമോ, ലോക നേതാവ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോട്ട് ഓൺലി എ പ്രോഫിറ്റ്, കേവലമായ ഒരു പ്രവാചകനല്ല, മറിച്ച് ലോകത്തുള്ള ഒരുപാട് വ്യക്തിപ്രഭാവങ്ങളെ രാജ്യത്തിന്റെ അമരത്വം ശാസ്ത്രീയതയുടെ ഗിരിശൃംഖത്തിലും വിചാരവേദികളുടെ ഉത്തരീയങ്ങളിലും ഒരുപോലെ നിന്നുകൊണ്ട് ഉത്കൃഷ്ട പ്രഭാവത്തെ മാത്രം ലോകത്തിനു നൽകിയ അതുല്യ ജ്യോതിസായ പുണ്യനബിയുടെ വ്യക്തിവിശിഷ്ടങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് മാത്രമാണ് ബദർ നമ്മുടെ പ്രമേയമാകുന്നത്. അവിടെയാണ് ബദർ നാം വായിച്ചെടുക്കുന്നത്. ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിലേക്ക്, ലോകരാഷ്ട്രപതിമാരുടെ ഹൃദയത്തിലേക്ക്, ആധുനിക ഭരണാധികാരികളുടെ ഇല്ലത്തേക്ക് നിയമത്തിന്റെയും വിസ്തൃതിയുടെയും കൃത്യമായ ചിട്ടവട്ടങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അധ്യായമാണ്. മഹബ്ബത്ത് സേ ശിഫാ പായി ബിമാരി ഖൗമോനെ किया है अपने बख्ते खफ्ते को बेदार कौमों ने. അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ ആവഹിച്ച് ആത്മദാഹിയായ പുണ്യനബിയുടെ മുമ്പിൽ ഇഷ്ടാനുയായികളായി നിൽക്കുന്നവരോട് പ്രസാദവും നിവേദ്യവും പ്രയാസവും തുല്യമാണെന്ന് പറഞ്ഞുകൊടുക്കുന്ന അതുല്യമായ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗവൽക്കരണമാണ് ലോക പാർലമെന്റുകളുടെ നിയമപുസ്തകങ്ങളിലേക്ക് പകർത്തിവെച്ചിട്ട് ചേർത്ത് വായന നടത്താനുള്ള ഒരു പാഠശാലയാണ് മദീനയിൽ നിന്ന് ഒരുക്കി വെക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിചാരം ഇവിടെ നടക്കുമ്പോൾ മക്കയിൽ വേറൊരു രംഗം നടക്കുകയാണ്. ബദർ ഖിസ്സകളിലും മറ്റും വിശാലമായി കേട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആതിഖയുടെ സ്വപ്നം മക്കയിലുടനീളം ചർച്ചയായി. 3 ദിവസം കഴിയുമ്പോൾ ഇവിടെ വരും ഒരാൾ, അലമുറയിട്ട് അപകടത്തിന്റെ സൂചന നൽകും. നമ്മുടെ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ മുഴുവനും പിടിച്ചടക്കിയെന്ന വാർത്ത കേൾക്കും. ഈ വീട്ടിലും നാട്ടിലും മുഴുവനും വർത്തമാനമാകും. ഇവിടെ വിപത്തിന്റെ സൂചനകൾ ഉയരും. ആളുകൾ സമരത്തിന്റെ വഴിയിലേക്ക് പോകേണ്ടി വരും എന്നർത്ഥമുള്ള വിശാലമായ സ്വപ്നം ആതിഖ പറഞ്ഞു അബ്ബാസ് എന്നവരോട്. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇത് വളരെ ഗൗരവതരമായതാണ്, ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങളും ആരോടും പറയാൻ പാടില്ല. അത് പറഞ്ഞ് ഇങ്ങോട്ടിറങ്ങിയപ്പോഴാണ് വലീദ് ബിൻ ഉത്ബ എന്ന അടുത്ത കൂട്ടുകാരനെ കാണുന്നു. അയാളോട് പറഞ്ഞു, ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മസുഹൃത്ത് എന്ന നിലയിൽ ഹൃദയം തുറന്ന് ആതിഖയുടെ സ്വപ്നം പങ്കുവച്ചു. അയാൾ നേരെ പോയി പിതാവിനോട് ചെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അബ്ബാസ് എന്നവർ അവിടുന്ന് കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ അബുൽ ഫളിൽ വന്ന് അബുൽ ഫളിൽ അബൂജഹൽ വിളിക്കുകയാണ്, ഓ അബുൽ ഫളിലേ, ഇദാ ഫറഗത മിൻ തവാഫിക ഫഖബൽ ഇലൈനാ. തവാഫ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് കാണണേ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോ ഒരു പെൺ പ്രവാചകനും കൂടെ വന്നോ? ആദ്യം തന്നെ ഒരു പുരുഷ പ്രവാചകൻ വന്ന് നമ്മളെല്ലാം കൂടെ ഇവിടെ സമരം ചെയ്ത്
ഇപ്പൊ യഥരിബിലേക്ക് മദീനയിലേക്ക് പോയി. ഇനി ഇവിടെ ഒരു പെൺ പ്രവാചകനും കൂടെ വന്നോ എന്ന് ചോദിച്ചു. മാ റദീതും യാ ബനീ ഹാഷിം ബികദിബിർ റിജാലി ഹത്താ ജിഅ്തുമൂനാ ബികദിബിൻ നിസാ. പുരുഷന്മാരുടെ വ്യാജം കൊണ്ടുവന്ന് ചെലവാകാതെ ഇനി സ്ത്രീകളുടെ വ്യാജവും കൊണ്ട് വരികയാണോ നിങ്ങൾ? ഒരു കള്ളപ്പെണ്ണ് പ്രവാചകനും കൂടെ വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ അബ്ബാസ് ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞു, രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കുകയാണ്. മക്കയിലാകമാനം ചർച്ചയാണ്, സ്വപ്നം. കുറെ ആളുകൾ പറഞ്ഞു, ക്ഷമിക്കൂ, 2 ദിവസമല്ലേ കാത്തിരിക്കേണ്ടതുള്ളൂ. പിറ്റേ ദിവസമാണെങ്കിലും ആത്തിഖ എന്നവർ അബ്ബാസ് എന്നവരോട് ചോദിച്ചു, നിങ്ങളെന്ത് പണിയാ കാണിച്ചത്? എന്താണ് നിങ്ങൾ ചെയ്തത്? അതാ കണ്ടില്ലയോ, ഈ സ്വപ്നം ഇവിടെ ആകെ ചർച്ചയായി പോയില്ലേ? 3-ാം ദിവസമായപ്പോഴാണ് ലംലം വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, മക്കക്കാരെ, ഓ മക്കാനിവാസികളെ, യാ മഅ്ശറ ഖുറൈശ് അത്വീമാ അത്വീമാ ഇന്ന സാബഹാ മുഹമ്മദുൻ അൽ-ഗൗസ് അൽ-ഗൗസ്. ഓ മക്കക്കാരെ, നമ്മുടെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളുമായി വരുന്ന ഒട്ടകങ്ങൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. അബൂ സുഫിയാൻ ഭീഷണിയുടെ നിഴലിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് ഓടിവരണേ, സഹായിക്കണേ. ആത്തിഖായുടെ സ്വപ്നം പുലരുന്നത് പോലെ, സ്വപ്നത്തിൽ നിന്ന് ആത്തിഖ പറഞ്ഞതുപോലെയുള്ള ദൃശ്യങ്ങളാണ് ലംലമിൽ കാണുന്നത്. അങ്ങനെ മക്കക്കാര് മുഴുവനും വിറങ്ങലിച്ചു നിന്നു. മക്ക ഒരുങ്ങുന്നു എന്ന് മദീനയിലെ നായകൻ അറിഞ്ഞു. മക്കക്കാര് യുദ്ധത്തിന്റെ നിഴലിലേക്ക് വരികയാണെന്ന് ലോക നേതാവിന്റെ അടുക്കലേക്ക്, കൺട്രോൾ റൂമിലേക്ക് വിവരം കിട്ടിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ ഒരുമിച്ചുകൂട്ടി. സാധുവായ ഞാൻ സംസാരിച്ച ബദറിന്റെ സന്ദേശം എന്ന സിഡിയിൽ യുദ്ധവും അതിന്റെ മറ്റൊരു താത്വികമായ വശവും അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഈ പ്രഭാഷണത്തിൽ വരില്ല. ഇതൊന്നും അതിൽ കടന്നുകൂടിയിട്ടില്ല. അതുകൊണ്ട് അതുകൂടി ചേർത്തു കേട്ടാൽ ഈ പരമ്പര വിശാലമാകുന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, റെഡിയാണ് നബിയേ, ഏതും ഞങ്ങൾ ചെയ്തു കൊള്ളാം. فقال المقداد رضي الله عنه പറയുകയാണ്, والله لا نقول لك كما قال قوم موسى لموسى فاذهب أنت وربك فقاتلا فإنا هنا قاعدون. ഓ നബിയെ, തങ്ങൾ റെഡിയായിക്കോ. ഞങ്ങൾ ഒരിക്കലും മൂസാ നബിയോട് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞതുപോലെ പറയൂല. മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞതെന്താണ്? ഇദ്ഹബ് അൻത വ റബ്ബുക, മൂസായും മൂസായുടെ റബ്ബും കൂടെ പോയിക്കോ. ഫഖാതിലാ, നിങ്ങൾ രണ്ടാളും കൂടെ യുദ്ധം ചെയ്തോ. ഫഇന്നാ ഹുനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം എന്നാണ് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞത്. അതുപോലെ ഞങ്ങൾ പറയൂല. വലാകിൻ നഖൂൽ, ഞങ്ങൾ പറയുന്നു, ഇന്നാ മഅകും മുഖാതിലൂൻ. ഓ നബിയെ, തങ്ങൾ ഇറങ്ങിക്കോ, ഗോദയിൽ ഞങ്ങൾ കൂടെയുണ്ട്. വല്ലാഹി, അല്ലയോ ഹബീബായ നബിയെ, പടച്ചവൻ തന്നെ സത്യം, ഞങ്ങൾ സമരഗോദയിൽ ഇറങ്ങും. അൻ യമീനിക വഅൻ ശിമാലിക വമിൻ ബൈനി യദൈക. ഓ ഹബീബേ, ഇടത്തും വലത്തും മുമ്പിലും തങ്ങൾക്കെവിടെയാണ് സഹചാരികൾ വേണ്ടത് അവിടെ മുഴുവനും ഞങ്ങളുണ്ട്. അവിടുന്ന് സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ലഖുൽനാഹു മഅക, ഞങ്ങളും കൂടെ ചാടാൻ ഞങ്ങൾ തയ്യാറാണ്.
വലൗ അലൗത ജബലൻ ലഅലൗനാഹു മഅക്. തങ്ങള് മല കയറാനാണോ മുന്നിട്ടിറങ്ങുന്നത്, ഞങ്ങൾ മുമ്പിലുണ്ട്. തങ്ങളെ സമുദ്രത്തിലാണോ ചാടുന്നത്, ഞങ്ങൾ അവിടെയുണ്ട്. അഗ്നിജ്വാലയിലേക്കാണോ തങ്ങളെടുത്തിറങ്ങുന്നത്, ഞങ്ങളും കൂടെയുണ്ട്. തങ്ങളെവിടേക്കാണ് പോകുന്നതെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട്. യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അളന്നു മുറിച്ച വാചകത്തിലെ ആത്മാർത്ഥതയുള്ള പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅശ്റഖ ഇൻദ ദാലിക വജ്ഹു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അനുയായികളുടെ ആത്മാർത്ഥത, അനുഗാമികളുടെ ആത്മനിഷ്ഠ, കൂടെയുള്ളവരുടെ ആത്മാർത്ഥത ഹബീബിന്റെ മനസ്സിലേക്ക് വന്നപ്പോ മുഖം പ്രകാശപൂരിതമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുഞ്ചിരിക്കുന്നു. അവിടുന്നതാ പറയുന്നു, ദആ ലഹു ബിഖൈർ, നന്മയുണ്ടാകട്ടെ. മിഖ്ദാദ് ഇർഷാദു സാരിയിലെ വിശദീകരണമാണ്. നന്മയുണ്ടാകട്ടെ മിഖ്ദാദ്, നിങ്ങൾക്ക് നല്ലതേ വരികയുള്ളൂ. അപ്പോഴാണ് മുഹാജിറുകൾ മുന്നിട്ട് വന്ന സമരഗോത. ഇനി അൻസ്വാറുകളുടെ അഭിപ്രായം അറിയണം. അൻസ്വാറുകളോടുള്ള ഉടമ്പടി പണ്ട് മിനായിൽ വെച്ചൊരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പരമ്പരയിലെ 6-ാം ദിവസം നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉടമ്പടിയുള്ളത്? മദീനയുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നതിനെ തൊട്ടൊക്കെ തടയുമോ അതിനെ തൊട്ട് മുഴുവനും തങ്ങളെ തടഞ്ഞോളാം എന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടാണ് മദീനയിലേക്ക് വിളിച്ചത്. ബദർ മദീനയിലല്ല, മദീനയുടെ ബൗണ്ടറിക്ക് പുറത്താണ്. അതുകൊണ്ട് അവിടെ വെച്ച് സഹായിക്കൽ ഉടമ്പടിയുടെ പരിധിയിൽ ഇല്ല. ഉടമ്പടിയുടെ പരിധിയിൽ ഇവിടെ വെച്ച് സഹായിക്കലില്ല. അതുകൊണ്ട് ഓ നബിയേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായമറിയിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം അൻസാറുകൾക്കുണ്ട്. എന്നാലോ ഇഷ്ഖ് സേ തബീഅത്ത് നെ ज़ैसत का मजा पाया, दर्द की दवा पाई, दर्द ला दवा पाया. എല്ലാ രോഗത്തിനുമുള്ള ശമനം സ്നേഹത്തിലുണ്ട്. സ്നേഹമെന്ന രോഗത്തിനൊരു ശമനമില്ല. എല്ലാ രോഗത്തിനുമുള്ള ശമനം സ്നേഹത്തിലുണ്ട്. സ്നേഹമെന്ന രോഗത്തിനൊരു മരുന്നില്ല. ആ സ്നേഹപാത്രങ്ങളായ അൻസ്വാറുകൾ ആശിഖീ സബ്ർ തലബ് ഓർ തമന്നാ ബിതാബ് ദിൽ കാ കിയാ രംഗ് കരോ ഹോനെ ജിഗർ ഹോനെ തക്. ആ സ്നേഹമാണ് ഇഴചേർന്ന അനുരാഗത്തിന് ആത്മാർത്ഥതയുടെ ആഴമാണ്. ആ അൻസാറുകളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, തങ്ങൾ ഞങ്ങളെയാണോ നോക്കുന്നത് നബിയേ? അതേ അൻസാറുകളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഞങ്ങളെ സംശയിക്കേണ്ടതില്ല. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ തങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ തങ്ങളോട് ഉടമ്പടി ചെയ്തതിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം തങ്ങളോടൊപ്പം സമരബോധയിലാണ്. അതുകൊണ്ട് സത്യത്തിന്റെ വഴിയിലെ സമരപാതയിൽ ഞങ്ങൾക്കാരെയും കാത്തു നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട്, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളെ, ഓ അൻസാറുകളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ അനങ്ങാനുള്ള ജീവനുള്ളിടത്തോളം കാലം ലോക നേതാവിനോട് നിങ്ങൾ വിട്ടു നിൽക്കാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കണമെന്ന് ബദറിന്റെ താഴ്വരയിൽ വെച്ച് വിളിച്ചു പറയുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമുക്ക് വിജയമാണ് ഒന്നുകിൽ അവർ അല്ലെങ്കിൽ നമ്മൾ, രണ്ടാലൊരു ത്വായിഫത്ത് നമ്മുടെ കൂടെയാണ്, നമ്മൾ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സമരത്തിന്റെ ജ്വാല പറയുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധികാരികമായ പ്രസംഗം വരികയാണ്. മക്കയിൽ നിന്നെല്ലാവരും കെട്ടിയൊരുങ്ങി റെഡിയായിട്ട് ബദറിന്റെ താഴ്വരയിലേക്ക് വരാൻ പോവുകയാണ്. വരാൻ പോവാൻ നേരം കുറെ ചങ്ങാതിമാർക്കൊരു മടിയുണ്ട്. അതിൽ ഒരാളാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ഉമയ്യത്ത് ബിൻ ഖലഫിന് തീരെ വരാനുള്ള മനസ്സില്ല. എന്താ കാരണമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുന്നറിയിപ്പ് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മുമ്പിലുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫ് പണ്ടൊരിക്കൽ നല്ലൊരു വാഹനവും വാങ്ങി വരികയാണ്. ആ വാഹനവും വാങ്ങി വരുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ല ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഈ വാഹനം വാങ്ങിയത്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി അഖ്തുലുക ഇൻഷാ അല്ലാഹ്. എടാ, മുഖം നോക്കിയിട്ട് എന്നെ കൊല്ലാനാണെന്ന് ഓർഡറെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന, നീ എന്റെ കൈകൊണ്ട് മരിക്കാനുള്ളവനാണ്. യുദ്ധത്തിന്റെ കാർമേഘമുരുണ്ടുകൂടി ആത്തിഖായുടെ സ്വപ്നം പുലർന്നുകൊണ്ടിരിക്കുന്നു. മക്കക്കാര് മുഴുവനും ബദറിലേക്ക് വെപ്പാട്ടികളെയും സാധനങ്ങളും എല്ലാം ഒരുക്കി. പക്ഷേ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മനസ്സിൽ പേടിയാണ്. ഉമ്മു സഫ്വാൻ വന്നിട്ട് ചോദിച്ചു, എല്ലാരും യുദ്ധത്തിനൊരുങ്ങാണല്ലോ, എടോ ചങ്ങാതി നീ യുദ്ധത്തിന് പോകുന്നില്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, യാ ഉമ്മ സഫ്വാൻ അലം തറ മാ ഖാല ലീ സഅദു, സഅദനോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? زعم أن محمدا أخبرهم أنهم قاتلي. മുഹമ്മദ് നബിയുടെ കൈകൊണ്ട് ഞാൻ മരിക്കേണ്ടി വരുമ്പോൾ, മുഹമ്മദ് നബിയുടെ എതിരാളിയായി നിന്ന് ഞാൻ മരിക്കേണ്ടി വരുമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂജഹൽ ചൂടായി വരികയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഖ്യാപനം, ഹബീബിന്റെ ഒരു പ്രാർത്ഥന, ഹബീബിന്റെ ഒരു പ്രതിവചനം. എപ്പോഴും എതിരാളികൾക്ക് പോലും ബേജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഭരിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഉമയ്യത്ത് ബിൻ ഖലഫ് പേടിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യുമേ. അപ്പൊ അബൂജഹൽ അപ്പുറത്ത് നിന്നിളക്കി, എടാ ചങ്ങാതി, പെണ്ണുങ്ങളല്ലേ ഇപ്പൊ കേറി അടുക്കളയിലിരിക്കൂ, ഇപ്പൊ ആണുങ്ങളെല്ലാം സമരത്തിന് പോകേണ്ട സമയല്ലേ? ഫഇന്നമാ അൻത മിനൻ നിസാ ഖബ്ബഹകല്ലാഹു വഖബ്ബഹ മാ ജിഅത ബിഹി. എടാ മോശം വൃത്തികെട്ടവനെ, പെണ്ണുങ്ങൾ മാത്രം അടുക്കളയിൽ കയറിയിരിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ ആൺ തരി പോലും യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് പോകുമ്പോ നീ എന്താടാ ഇറങ്ങി വരാത്തത് എന്ന് അബൂജഹൽ നല്ല ചൂടൻ പ്രസംഗം നടത്തിയപ്പോൾ, യാ ഉമ്മ സഫ്വാൻ ജഹിസീനി, ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ഒരുക്കി റെഡിയാക്കി പറഞ്ഞു വിട്. അപ്പൊ ചോദിക്കുകയാണ്, ഖാലത്ത് യാ അബാ സഫ്വാൻ അനസീത മാ ഖാല ലക അഖൂക യസ്രിബി. ഓർമ്മയില്ലേ? ആ പറഞ്ഞ വാക്ക് മറന്നുപോയോ? ഉടനെ അവിടുന്ന് പറഞ്ഞു, ഏതായാലും ഇനി പോകാതിരിക്കാൻ എന്റെ അഭിമാനം അനുവദിക്കുന്നില്ല, അധികം നീളുമെന്ന് തോന്നുന്നില്ല. അവസാനം ബദറിന്റെ രണഭൂമിയിലേക്ക് ഉമയ്യത്തും പുറപ്പെട്ടു കഴിഞ്ഞു. നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇബ്നു ഇസ്ഹാഖ് നിവേദനം ചെയ്യുന്നുണ്ട്. ഇന്നി ഖദ് അറഫ്തു അന്ന റജുലൻ മിൻ ബനി ഹാഷിമിൻ വഗൈരിഹിം ഖദ് ഉഖ്രിജൂ കർഹൻ ലാ ഹാജത ലഹും ബിഖിതാലിനാ. ചില ആളുകൾ ഉമയ്യത്തിനെ പോലെയുള്ളവർ പേടിച്ചു വരാതിരുന്നവരുണ്ട്, എന്നാൽ ഒന്നിനുമല്ലാതെ വെറുതെ വന്നവരുമുണ്ട്. ഇന്നി ഖദ് അറഫ്തു അന്ന റിജാലൻ മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്നുള്ള ചില ആളുകൾ, മറ്റുള്ളവരിൽ നിന്നുമുള്ള ചില ആളുകൾ ഖദ് ഉഖ്രിജൂ കർഹാ, അവര് നിർബന്ധിതരായി വന്നതാണ്. ലാ ഹാജത ലഹും ബിഖിതാലിനാ, അവർക്ക് നമ്മുടെ യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഫമൻ ലഖിയ മിൻകും അഹദൻ മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടാൽ ഫലാ യഖ്തുൽഹു, അവരെ കൊല്ലല്ലേ. വമൻ ലഖിയ അബൽ ബഖ്തരി, അബുൽ ബഖ്തരിയെ കണ്ടാൽ ഫലാ യഖ്തുൽഹു, അയാളെ കൊല്ലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് സഹായം ചെയ്ത ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തോട് താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ 3 വിഭാഗം ആളുകളാണെന്ന് സയ്യിദ് ഹവ്വ പ്രത്യേകം എടുത്തെഴുതുകയാണ്. ചില ആളുകൾ ബദ്ധവിരോധത്തോടെ വന്നവരാണ്, ചിലർ വിരോധമുണ്ടവനും വരാൻ കഴിഞ്ഞില്ല, പക്ഷേ നിർബന്ധിതരായവരാണ്. ചിലർ എല്ലാരും പോവല്ലേ ഉത്സവത്തിനെന്ന് വിചാരിച്ചിട്ട് കയറി വന്നവരാണ്. ഈ 3 കക്ഷികളും ബദറിന്റെ താഴ്വരയിലേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ അബൂ സുഫിയാൻ ബദറിന്റെ താഴ്വരയിലുള്ള കിണറിന്റെ അടുക്കലേക്ക് പോയി അന്വേഷിച്ചു, ഇവിടെ വല്ല വിശേഷവും ഉണ്ടോ, ഇവിടെ വല്ല വിശേഷമോന്ന് അവിടുന്ന് അബൂ സുഫിയാൻ അന്വേഷിച്ചു. അപ്പോൾ തന്നെ അബൂ സുഫിയാന്റെ അടുക്ക പറഞ്ഞു, ഇവിടെ 2 പേര് വന്നിരുന്നു, 2 ആളുകൾ ഇവിടെ വന്നിരുന്ന് അന്വേഷിച്ചിട്ടങ്ങ് പോയി, വെള്ളം കോരിക്കൊണ്ടങ്ങ് പോയി എന്ന് പറഞ്ഞപ്പോൾ 2 സ്വഹാബികളായിരുന്നു. അവര് അപ്പോൾ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന 2 സ്ത്രീകളാണ്. അവരിങ്ങനെ വർത്തമാനം പറയുന്നു, നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള പൈസ, കടം വാങ്ങിയ പൈസയിൽ തല്ലുകൂടുന്ന പെണ്ണുങ്ങളാണ്. എടി, നിനക്ക് വരാനുള്ള പൈസയൊക്കെ 5-6 ദിവസം കൂടെ കഴിയട്ടെ, അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇവിടെ തമ്പടിക്കും, അന്നേരം അവർക്ക് വെള്ളം കോരി കൊടുത്തിട്ട് കിട്ടുന്ന കൂലി കൊണ്ട് നിന്റെ കടം വീട്ടിക്കോളാം. അതിൽ നിന്ന് സ്വഹാബത്ത് പിടിച്ചെടുത്തു, അബൂ സുഫിയാന്റെ സംഘം ഇവിടെ വരുമെന്ന്. അവരും എല്ലാ വെള്ളവും കോരി അങ്ങ് വിട്ടു. കുറെ കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇതിനേക്കാൾ വലിയ തന്ത്രം അറിയുന്ന ആളാണല്ലോ, അയാള് പെട്ടെന്ന് ഇവിടെ വന്നിട്ടൊരു പരിസരാന്വേഷണം നടത്തി. പ്രത്യേകിച്ചൊന്നുമില്ല, 2 പേര് വന്ന് വെള്ളം കൊണ്ടുപോയി. ഉടനെ ഒട്ടകത്തിന്റെ ചാണകം അവിടെയുണ്ട്, അതാ അബൂ സുഫിയാൻ എടുത്ത് പരിശോധിക്കുകയാണ്. ഈ ചാണകം ഇതെവിടെ നിന്നുള്ള പുല്ല് തിന്ന ജന്തുവാണ് എന്നറിയാൻ ചാണകം പരിശോധിച്ചാൽ അറിയാം. ഷെർലക് ഹോംസിന്റെ കുറ്റാന്വേഷണ കഥകളിൽ മുഴുവനും ഇതുപോലെയുള്ള ഉദാഹരണങ്ങളാണ് കാണുന്നത്. ഏതായാലും അത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇത് യഥരിബിലുള്ള ഈത്തപ്പനയുടെ ഓല നിന്ന ഒട്ടകങ്ങളാണ്. സംഗതി മദീനത്ത് നിന്ന് വന്ന ആളുകളായിരിക്കണം. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കേണ്ടതുണ്ട്. നേരെ അബൂ സുഫിയാൻ തന്റെ കച്ചവട സംഘത്തിലേക്ക് പോയി വഴി മാറ്റി അങ്ങ് വിട്ടു. ഉടനെ മെസ്സേജ് കൊടുത്തു, നിങ്ങൾ ആരെങ്കിലും പോകുന്നത് എന്നെയും സംഘത്തെയും രക്ഷിക്കാനാണെങ്കിൽ പെട്ടെന്ന് വന്നോളൂ, ഇവിടെ കഴിഞ്ഞുപോയി, നിങ്ങളിനി യുദ്ധത്തിന് പോകേണ്ടതില്ല, യുദ്ധത്തിന് പോകേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഖുറൈശികൾക്ക് വന്നു. പക്ഷേ അപ്പോഴേക്ക് അവർ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ബതറം വരിആ അന്നാസി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അവര് പറഞ്ഞു, ഏതായാലും ഇറങ്ങി, ഇനിയൊന്ന് ഒതുക്കിയിട്ടേ വരുന്നുള്ളൂ. മാത്രമല്ല ഇബ്ലീസ് വന്നങ്ങനെ കൂടി. ഇബ്ലീസ് വന്ന് ഖുറൈശികളുടെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, എടാ ചങ്ങാതിമാരെ, ഇവിടെ ഒന്നും നിൽക്കാനല്ല, തൽക്കാലം അബൂ സുഫിയാൻ രക്ഷപ്പെട്ടെങ്കിലും മുഹമ്മദ് നബി അനുയായികളെയും വെറുതെ വിടാൻ പാടില്ല. ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നേതാക്കന്മാർക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തു, പെട്ടെന്ന് യുദ്ധത്തിന് പോകണമെന്ന്. പിൽക്കാലത്ത് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിർനാ വസറൂ ഇലാ ബദരിൽ ലിഹീനിഹിം ലൗ യഅലമൂന യഖീനൽ ഇൽമി മസാറൂ دلاهم بغرور ثم أسلمهم إن الخبيث لمن وعلاه غرار وقال إني لكم جار فأوردهم
شر الموارد فيه الخزي والعار ثم التقينا فولوا عن سراتهم من منجدين ومنهم فرقة عار. അവര് വലിയ കോളിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്, വലിയ വിജയം നേടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവര് വഞ്ചകന്മാരെ നേതാക്കന്മാരാക്കിയവർ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ്. അവര് വഞ്ചനയിൽ അകപ്പെട്ടു പോയതാണ്. സുറാഖത്തിന്റെ വാചകം കേട്ടിറങ്ങിയതാണ്. ഒരിക്കലും അത് വിജയത്തിന്റെ വഴിയല്ല. അവര് പരാജയപ്പെട്ടു പോയില്ലേ? ഏതായാലും പറയാം, ഉമയ്യത്ത് ബിൻ ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേൾക്കാതിരുന്ന ആളാണ്. അവസാനം ആ ഉമയ്യത്ത് ബിൻ ഖലഫിനെ പിടിച്ചുകെട്ടി. ബദറിന്റെ രണാങ്കണത്തിൽ, അതിലേക്ക് തൽക്കാലം ഞാൻ വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയും ഒരുക്കം നടത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സ്വഹാബത്തിനെ മുഴുവനും ചിട്ടയിലും ക്രമീകരണത്തിലുമാക്കി. ബൈനാ അന വബിനു അമ്മിൻ അലാ മാഇൻ ബിബദർ ഫലമ്മാ റഅയ്നാ ഖില്ലത മൻ മഅ മുഹമ്മദിൻ വകസറത ഖുറൈശിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഇറങ്ങി. യുദ്ധത്തിന്റെ തലേന്നു തന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട്. അയാളോട് ചോദിച്ചു, അല്ല പ്രത്യേകിച്ച് വല്ല വിശേഷങ്ങളുണ്ടോ? അപ്പൊ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ എവിടുന്ന് വരുന്നവരാ? അത് ഞങ്ങൾ പറയാം, നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തയും ഉണ്ടെങ്കിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധിഷണയാണ്, ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതിന്റെ കൃത്യതയാണ്. വല്ലതും പറയാനുണ്ടോ? അപ്പോൾ പറഞ്ഞു, പറയാ, ഞങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പോൾ പറഞ്ഞു, എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മുഹമ്മദ് നബിയും അനുയായികളും മദീനത്തുനിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ചു കഴിയുമ്പോ ഇവിടെ എത്താനായി. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ട സംഘം നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുന്നാണ്? മിമ്മാ, ഞങ്ങൾ മായിൽ നിന്ന് വരികയാണ്. ഉദ്ദേശം എന്താണ്? ഞങ്ങൾ വെള്ളത്തിന്റെ അടുക്കൽ നിന്ന് വരികയാണെന്നാണ്. പക്ഷേ മാ എന്നൊരു പ്രദേശം ഇറാഖിലുണ്ട്. ഈ പാവപ്പെട്ട വയസ്സം വിചാരിച്ചു ഇത് ഇറാഖിൽ നിന്ന് വരികയാണെന്ന്. തൽക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് നടന്നുപോയി. കൃത്യമായ കണക്കുകൂട്ടൽ നടത്തിയിട്ട് സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരിയായ ദീനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, വിഷമിക്കണ്ട. അബ്ശിർ യാ അബൂബക്കർ, ഓ അബൂബക്കറേ, ഹാദാ ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെയുണ്ട്. ബിഅമാമത്തിൻ സഫറാ, മഞ്ഞ തലപ്പാവ് ധരിച്ചിട്ട് വന്നിട്ടുണ്ട്. ആഖിദും ബിഇനാന ഫറസിഹി ബൈനസ്സമാഇ വൽ അർളി, അതാ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ആകാശഭൂമികൾക്കിടയിൽ യുദ്ധത്തിന്റെ ക്യാപ്റ്റനായി ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, പടച്ചവനെ, ഈ ഒരു ചെറിയ സംഘം നാളത്തെ യുദ്ധത്തിൽ തുടച്ചു നീക്കപ്പെട്ടു പോയാൽ പിന്നെ നിന്റെ ദീന് പറയാൻ ആളുണ്ടാവൂല റബ്ബേ. അതുകൊണ്ട് സഹായിക്കണം റഹ്മാനേ, സഹായിക്കണം റഹ്മാനേ. സഹാബത്തൊക്കെ കൂടി നബിതങ്ങൾക്കും സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും നിൽക്കാൻ ഉണ്ടാക്കി കൊടുത്ത അരീസ് അഥവാ കുടിൽ, ആ കൊച്ചു കുടിലിൽ നിന്നുകൊണ്ട് ലോക നേതാവ്, അതുല്യനായ നേതാവാണ്, നാളെ പടക്കളത്തിൽ ഒട്ടിയ വയറുമായി ഇറങ്ങേണ്ട സ്വഹാബത്ത് മുഴുവനും വിശ്രമിക്കുന്നു. നേതാവ് ഉറങ്ങുന്നില്ല, നേതാവ് പ്രാർത്ഥനയിലാണ്. ലോകൈക ഗുരുവായ പുന്ന മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകം മുഴുവനും തൗഹീദിന്റെ അമരധ്വനികളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി വന്ന ലോക നേതാവിന് വിശ്രമമില്ലാതെ പ്രാർത്ഥനയിലാണ്. ഇരു കൈകളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് അതാ നിന്നുകൊണ്ട് പറയുന്നു, പടച്ചവനെ ഞങ്ങളെ സഹായിക്കണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. ബദറിന്റെ മുഴുവൻ ചരിത്രവും പറയൽ ഞാൻ ഇവിടെ ലക്ഷ്യം വെക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളെ പറയുന്നുള്ളൂ. ബദർ കിസ്സകളും ചരിത്രങ്ങളും നമുക്ക് കൂടുതൽ അറിയുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കൽ എന്റെ ഈ പരമ്പര ലക്ഷ്യം വെക്കുന്നില്ല. എന്നാൽ കണ്ടില്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ബദറിൽ ഇറങ്ങിയപ്പോൾ ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ, ഖുർആൻ പറയുകയാണ്, നിങ്ങളെ സഹായിച്ചില്ലയോ ബദറിൽ വെച്ച്, ബദറുൽ മുനീറായ നബിതങ്ങളെ കൊണ്ട്. വഅൻതും അദില്ലാ, നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നില്ലേ, അംഗത്തിൽ കുറവാണ് 300 ചില്ലറ, എതിരാളികൾ 1000 കുതിരകൾ 70 അവർക്ക് 1000 അങ്ങനെ എല്ലാം വ്യത്യാസമുണ്ട്. 10 മടങ്ങുള്ള ശത്രുവിനോട്, അതുപോലെ തന്നെ 3-ലേറെയുള്ള അംഗസംഖ്യയോട്, ആയുധബലങ്ങളോടാണ് ലോക നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമരം വരുന്നത്. പിറ്റേന്ന് രാവിലെയായി, ഹാദാ ജിബ്രീലു ആഖിദും ബിഫറസിഹി വഅലൈഹി അദാത്തുൽ ഹർബി, സർവായുധ വിഭൂഷിതരായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നു നിൽക്കുന്നു. യുദ്ധം ആരംഭിച്ചു. സ്വഹാബത്താണ്. സ്വഹാബത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതാ അബൂ റഹ്മുൽ ഗിഫാരി അനിബ്നി അമ്മില്ലഹു, അബൂ റഹ്മുൽ ഗിഫാരി പറയുകയാണ്, ബൈനാ അന വബ്നു അമ്മിൻ അലാ മാഇൻ ബിബദർ, ഞാനും എന്റെ മൂത്താപ്പയുടെ സമൂഹനും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഫലമ്മാ റഅയ്നാ ഖില്ലത മമ്മഅ മുഹമ്മദിൻ വകസറത ഖുറൈശിൻ ഖുൽനാ ഇദൽ തഖത്തിൽ ഫിഅതാനി അമദ്നാ ഇലാ അസ്കരി മുഹമ്മദിൻ വഅസ്ഹാബിഹി ഫന്തലഖനാ നഹവൽ മുജന്നബത്തിൽ ഇസ്റാ മിൻ അസ്ഹാബിഹി. വളരെ ന്യൂനമാണല്ലോ അവർ, നമുക്ക് അതുവഴി പോയി ഇതുവഴി എങ്ങോട്ടങ്ങ് പോകാം എന്ന് ഞങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഫബൈനാ നഹ്നു നംശി ഫിൽ മൈസറതി ഇദ ജാഅത് സ്വഹാബത്തുൻ ഫഗശിയത്നാ ഫറഫഅനാ അബ്സാറനാ ഇലൈഹാ. ന്യൂനപക്ഷമുള്ള സൈന്യത്തെയാണ് ഹബീബിന്റെ കൂടെ കാണുന്നത്. ഞങ്ങൾ ഉള്ളോട്ട് കയറി നടന്നപ്പോഴോ അവിടെ അതാ ഒരു മേഘം പൊതിഞ്ഞതുപോലെയാണ്. ഫസമിഅനാ അസ്വാത الرجال والسلاح وسمعنا رجلا يقول لفرسه اقدم حيزوم اقدم حيزوم اقدم حيزوم. മേലോട്ട് നോക്കുമ്പോൾ പുരുഷന്മാരുടെ ശബ്ദമാണ്, ആയുധത്തിന്റെ കലപിലകളാണ്. അതിന്റെ ഇടയിലൂടെ കുതിരയോട് പറയാണ്, പോകട്ടെ മുന്നോട്ട് മുന്നോട്ട്, നല്ലോല മുന്നോട്ട് പോകട്ടെ. വസമിഅനാഹും യഖൂലൂൻ റുബൈദൻ തതാം ഉംറാകും അദാ വനസലു അലാ മൈമനതി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലഭാഗത്തേക്ക് പോയി. മാലാഖമാരുടെ സൈന്യം യുദ്ധത്തിലാണ്. അവരതാ വെട്ടുന്നുണ്ട്. എതിരാളികൾ നോക്കുമ്പോ അവിടുന്ന് വാള്, ഇവിടുന്ന് പരിച, ഇവിടുന്ന് വാള്, അവിടുന്ന് വെട്ട്, ഇവിടുന്ന് കുന്തം. ആളെ കാണാനില്ല. ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആയിരക്കണക്കിന് മാലാഖമാരിറങ്ങുകയാണ് ലോക നേതാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി. കാരണം എന്തേ? ഉലിദൽ ഹുദാ ഫൽകായിനാതു ളിയാഉ വഫമു الزമാനി തബസ്സുമുൻ വസനാഉ والروح والملأ الملائك حوله جبريل رواح بها غداء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുക്കുമ്പോൾ തന്നെ ലോകമാകമാനം പ്രദീപ്തമാണ്. മാലാഖമാര് വീട്ടിലെ സേവകരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം രാവിലെയും വൈകുന്നേരവും അവിടെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ
ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. ഇമാം ബൈഹഖി ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, സീമാഉൽ മലായികത്തി യൗമ ബദർ അമാഇമ ബീള് ഖദ് അർസലൂഹാ അലാ ളുഹൂരിഹിം വയൗമ ഖൈബർ അമാഇമ ഹുംറാ. ബദർ യുദ്ധത്തിന്റെ അന്ന് വെള്ള തലയെക്കെട്ടും കെട്ടിയിട്ടാണ് മാലാഖമാരിറങ്ങിയത്. എന്നിട്ട് സത്യത്തിന്റെ പക്ഷത്തുള്ള സ്വഹാബികൾക്ക് കൂട്ടുപറയുകയാണ്, അവരുടെ കൂടെയാണ്. എന്നിട്ടോ അന്ന് മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അഹദ് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വറആഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഇഗ്ഫാഅതൻ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അരീശി ഫിദ്ദർഇ ഫജഅല യുഹർരിളു الناس على القتال ويبشر الناس بالجنة ويشجعهم بنزول الملائكة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ടോപ്പ് ലീഡറാകുന്ന ക്യാപ്റ്റൻ അവിടുത്തെ ഖൈമയിൽ ഇരിക്കുകയല്ല, ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, ഉഷാറായിട്ടൊന്ന് മുന്നോട്ട് പോയേ, കണ്ടില്ലേ മലായികത്ത് കൂടെയുണ്ട്, കണ്ടില്ലേ എതിരാളികൾ തോറ്റോടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലീഡറാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ മുഴുവനും അതാ കൈകാര്യം ചെയ്യുന്നു. റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമാ. അതാ മുഹമ്മദ് ബിൻ ഉമർ അൽ-അസ്ലമി നിവേദനം ചെയ്യുന്നു, ഞാൻ വായിക്കുന്നത് മുഴുവനും സുബുലുൽ ഹുദാ വർ റഷാദ് 4-ാം വാള്യമാണ്. وأمر رسول الله صلى الله عليه وسلم فأخذ من الحسباء كفا ورمى به المشركين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കയ്യിൽ ചരൽക്കല്ലുകൾ എടുത്തു. എന്നിട്ട് ഷാഹത്തിൽ വുജൂഹ് ഷാഹത്തിൽ വുജൂഹ് അല്ലാഹുമ്മ അർഇബ് ഖുലൂബഹും വസൽസിൽ അഖദാമഹും. അല്ലാഹുവേ, അവരുടെ കൽബുകളെ നീ പതറിപ്പിച്ചു കളയണേ, അവരുടെ കാലുകളെ നീ ഇടറിപ്പിച്ചു കളയണേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയേറാണ്. ഫൻഹസമ അദാഉല്ലാഹി ലാ യലൂന അലാ ശൈഇൻ വൽഖൗ ദുറൂഅഹും വൽമുസ്ലിമൂന യഖ്തുലൂനഹും. എതിരാളികളായ ആളുകളെ എല്ലാ പടയങ്കികളും എല്ലാ പരിചയവും വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്. സ്വഹാബത്ത് മുന്നേറുകയാണ്. അപ്പോഴാണ് 2 SBS-ന്റെ മക്കള് വരുന്നു. നമ്മളിവിടെ സ്നേഹപ്രപഞ്ചം തുടങ്ങിയത് മുതൽ കുറെ കൊച്ചുമക്കളുണ്ട്. അവര് നല്ല ബാഡ്യം ധരിച്ചിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ CD വിൽക്കാൻ, നമ്മുടെ കൂട്ടത്തിൽ ചായ കൊണ്ടുവരാൻ, നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു അവരെയൊക്കെയും നല്ല മക്കളാക്കി വളർത്തി തരട്ടെ. ഈ പരിപാടിക്ക് സേവനം ചെയ്തതിന്റെ ബർക്കത്ത് കൊണ്ട് മുഹിബ്ബീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളിൽ പെടുത്തട്ടെ. ആ കൂട്ടത്തിൽ നിന്ന് ഇടക്കാലത്ത് വിരിഞ്ഞുപോയ അബൂ താഹിറും ജാസിമും പോലെയുള്ള മക്കളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ റഹ്മാനേ. അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനം നൽകണേ റഹ്മാനേ. അതാ കൊച്ചുമക്കള് ചില സ്ഥലങ്ങളിലൊക്കെ വിലാസം നേടാറുണ്ട്. ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട കുട്ടികളെ കുറിച്ച് ഒരു ദിവസം പറയണമെന്നുണ്ട്. അത്ഫാലുൽ മുഅ്മിനീൻ കൈഫ റബ്ബാഹുമുൽ അമീൻ എന്നൊരു ഗ്രന്ഥം തന്നെ ആ വിഷയത്തിൽ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരം പറ്റി നിന്ന മക്കളുണ്ട്. അത്ഫാലുൻ ഹൗലർ റസൂൽ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിലെല്ലാം പറയുന്നത് ഹബീബിന്റെ ചാരത്തുള്ള കൊച്ചുമക്കളാണ്. ആ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ നേതൃത്വം കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലവാഖിഫുൻ ഫിസ്സഫ് യൗമ ബദർ. ഞാൻ ബദർ യുദ്ധത്തിന്റെ അന്നതാ നിരയിൽ നിൽക്കുകയാണ്. ഫനളർതു അൻ യമീനി വഅൻ ശിമാലി ഫൈദാ ഇദ ബൈന ഗുലാമൈനി മിനൽ അൻസാർ. നോക്കുമ്പോൾ 2 കുട്ടികളുണ്ട്, അൻസാറുകളായ 2 മക്കളുണ്ട്. അവർ രണ്ടുപേരും കുറഞ്ഞ പ്രായക്കാരാണ്. ഞാൻ വിചാരിച്ചു, പഠിച്ചവനെ, ഈ യുദ്ധക്കളത്തിനിടയിലും സമ്മേളനത്തിന്റെ ഇടയിലും ഒക്കെ മക്കളെയും കൊണ്ടുപോയാ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് ഈ ചെറിയ മക്കള് കൂടെ വന്നപ്പോൾ എനിക്കൊരു ഭയം തോന്നി. അപ്പ ചോദിക്കാൻ, മാമാന്നൊക്കെ നമ്മുടെ നാട്ടിൽ വിളിക്കും പോലെ, ഓ മുത്തപ്പ, ഹൽ തഅരിഫു അബൂജഹൽ, അബൂജഹലിനെ അറിയാമോ? 2 ചവിട്ടിയാ പൊട്ടുന്ന മക്കൾ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അബൂജഹൽ എവിടെയാണ്? ഇക്കാലത്ത് ബുഷിനെയൊക്കെ ചോദിക്കും പോലെയാണ്. അതാ വന്ന് ചോദിക്കുന്നു, ഇവിടുത്തെ നേതാവ് എവിടെയാണ്? അത്ഭുതം വന്നുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾക്ക് കാര്യം ഇവിടെ? ഇത് യുദ്ധമാണ്.
ഇവിടെ 2 മക്കൾ വന്നിട്ട് ഇവിടുത്തെ വലിയ ലീഡറെയാണ് അറിയിക്ക ചോദിക്കുന്നത്. അപ്പോഴാണ് കേട്ടോളൂ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, SSFന്റെ മക്കള് സ്നേഹപ്രപഞ്ചം നടത്തുന്നത് എന്തിനാണ്? SBS-ന്റെ കുട്ടികൾ വളണ്ടിയർ ആകുന്നത് എന്തിനാണ്? അവര് കട്ടൻ ചായ വിതരണം ചെയ്യുന്നത് എന്തിനാണ്? അവര് സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നതെന്തിനാണ്? വലിയ പടക്കളത്തിൽ വന്നിട്ട് യുദ്ധത്തിന്റെ ലീഡറെ അന്വേഷിക്കുന്ന മക്കളോട് ചോദിക്കുന്നു, എന്തിനാണ് മക്കളെ നിങ്ങൾ ഇവിടെ ചോദിക്കാൻ വരുന്നത്? അപ്പോൾ പറയുകയാണ്, ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു വിവരിട്ടിട്ടുണ്ട്. ഈ എതിർകക്ഷിയുടെ നേതാവായ അബൂജഹൽ ഞങ്ങളുടെ നേതാവായ ഹബീബിനെ ചീത്ത പറയുന്ന ആളാണ്. ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവനാണെന്നറിഞ്ഞു. വേറെ ഒന്നും ആ മക്കൾക്കറിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുന്ന ആളെ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്കൊന്ന് പിടിക്കണം, ഞങ്ങൾക്കൊന്ന് ശരിയാക്കണം. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, മക്കളെ അപ്പോന്ന ചങ്ങാതിയാണ് അബൂജഹല്, നിങ്ങൾ ഈ തിരക്കിന്റെ ഇടയ്ക്ക് നടന്നാ വിഷമമാകുമെന്ന് പറഞ്ഞെങ്കിലും ആ മക്കളങ്ങ് പോയി. യജൂലു ഫിന്നാസി വഹുവ യർതജിസ്, മക്കളിങ്ങനെ കുട്ടിപ്പാട്ടും പാടിയിട്ടാ പോകുന്നത്. മതൻഖിബുൽ ഹർബുൽ ലവാനു മിന്നി ഫാസിലു അമൈനി ഹദീസു സിന്നി ലിമിസ്ലി ഹാദാ വലദത്നി ഉമ്മി. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ പെറ്റത് ഇപ്പണിയൊക്കെ ചെയ്യാനാണ്. എവിടെ പോയടാ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞവൻ? എവിടെ പോയടാ ഹബീബിനെ ചീത്ത പറഞ്ഞവൻ? എവിടെ പോയടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവൻ? അവനെ വിടാനല്ല ഞങ്ങൾ വന്നത്. ഉമ്മ ഞങ്ങളെ പെറ്റത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്. ഹാദാ സാഹിബുക്കും അല്ലദീ തസ്അലാനി അൻഹു فابتدراه بسيفيهما فضرباه. ആ മക്കള് 2 വാളും കൊണ്ട് ഓടിച്ചെന്നിട്ട് അബൂജഹലിനെ ഒരൊറ്റ വെട്ടുകൊടുത്തു. ചങ്ങാതി നിലത്ത് വീണു. വലിയ സ്വഹാബികൾ വന്ന് വലിയ കാട്ടുപോത്തിനെ അറുക്കും പോലെ കഴുത്തിൽ കയറിയിരുന്ന് അറുത്ത് തലയെടുക്കുമ്പോഴേക്ക് ഈ മക്കൾ ഓടിയിട്ട് ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് 2 പേരും പറയുകയാണ്, ഫഖാല കുല്ലു വാഹിദിൻ മിൻഹുമാ അന ഖതൽതുഹു അന ഖതൽതുഹു, നബിയെ ഞാനാകുന്നത്, നബിയെ ഞാനാകുന്നത് എന്നും പറഞ്ഞ് 2 മക്കളും ഓടിച്ചെന്നു. ഖാലപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, മസഹ്തുമാ സൈഫൈകുമാ, നിങ്ങൾ 2 പേര് നിങ്ങളുടെ വാള് തുടച്ചോ മക്കളെ? തുടയ്ക്കാതാണോ ഓടി വന്നത്? ഖാല അല്ല, ഞങ്ങൾ വാള് പോലും തുടച്ചില്ല നബിയെ, ഓടി വന്നതാണ്. ഫനദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സൈഫൈനി ഫഖാല കിലാകുമാ ഖതലഹു. 2 ആൾ ഓടി വന്നത് വാള് പോലും തുടച്ചിട്ടില്ല. ഹബീബ് വാള് നോക്കുമ്പോ 2ലും രക്തം കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിലാകുമാ ഖതലഹു, നിങ്ങൾ 2 പേരും കൂടാണ് കൊന്നത്. 2 ആളും വിഷമിക്കണ്ട. കുട്ടികളുടെ വികാരത്തെ ഏറ്റെടുത്തിട്ട് അവർക്ക് മുഴുവനും ആദർശത്തിന്റെ അത്തിവാരം പഠിപ്പിച്ചു കൊടുത്ത ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മക്കളുടെ കൽബിൽ കണ്ടില്ലേ അല്ലാഹു തആല കൊടുത്ത മഹബ്ബത്ത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഈ സ്നേഹം പ്രപഞ്ചം കേട്ട് പൊടിയും തട്ടിയിട്ട് അടുത്ത കൊല്ലത്തെ പ്രപഞ്ചത്തിന് വരാൻ കാത്തിരുന്ന പോരാ. വീട്ടിൽ നിന്ന് മക്കൾക്ക് അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് മക്കളുടെ കൽബിൽ കയറ്റി കൊടുക്കണം. അതിന് കാർട്ടൂണിട്ട് 24 മണിക്കൂറും വിട്ടാ പോരാ. ഗൾഫിൽ ചെല്ലുമ്പോ പല പ്രവർത്തകരുടെയും റൂമിൽ പോകാറുണ്ട്. ഇനി ആരും ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇനി വരുമ്പോ പിരിവ് തരാതിരിക്കരുത്. ഏതായാലും പറയട്ടെ, അവിടെയൊക്കെ നമ്മുടെ മക്കൾ
24 മണിക്കൂറും എന്ന നിലയ്ക്ക് കമ്പ്യൂട്ടറിന്റെയും TV പ്രോഗ്രാമിന്റെയും മുമ്പിൽ അവരുടെ കണ്ണും കാതും കൽബുമൊക്കെ പണയം വെച്ചുപോയി. ആ മക്കൾക്ക് വേറൊന്നും കേൾക്കാൻ നേരമില്ല. വലിയ കാർട്ടൂണിന്റെ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും ഇന്റർനെറ്റും കുന്തവും കൊടച്ചക്കറും ഒക്കെ ആയി നമ്മുടെ മക്കളുടെ മനസ്സ് മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. എന്നാൽ ആ മക്കളുടെ കൽബിലേക്ക് തിരികെ കയറ്റേണ്ടതാരെയാണ്? ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ അതാ കണ്ടില്ലേ, മുഅവ്വിദ് ബിൻ അഫ്റാഉം മുആദ് ബിൻ അഫ്റാഉമാണ്. ആ 2 മക്കളാണ് SBS-ന്റെ മക്കളാണ്. അബൂജഹൽ എന്ന് പറയുന്ന വലിയ കിങ്കരനെ താഴെ വീഴ്ത്തി. അല്ലാഹു തആല ചങ്ങാതിക്ക് കൊടുത്ത നിന്ദ്യത കണ്ടില്ലേ? ഇമാം ഖാലി ഇയാദ് തങ്ങൾ ശിഫയിൽ പറയുകയാണ്, വഖതഅ അബൂജഹലിൻ, അബൂജഹൽ മുറിച്ചു കളഞ്ഞു യൗമ ബദരിൻ, ബദർ ദിവസം, യദ മുഅവ്വിദ് ബിൻ അഫ്റാ, മുഅവ്വിദ് ബിൻ അഫ്റാ എന്ന ഈ ഒരു കുട്ടിയുടെ കൈ, അഥവാ അച്ചങ്ങാദീനെ കൊല്ലാൻ പോയ ഒരു സ്വഹാബി കുട്ടിയുടെ കൈ അതാ അബൂജഹൽ മുറിച്ചു കളഞ്ഞു. അപ്പോഴേക്കാ മകനറിയാം, മകൻ സുന്നത്ത് ജമാഅത്തിന്റെ മോനാണ്, സാധാരണക്കാരനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നറിയുന്ന കുട്ടിയാണ്. ആ കുട്ടി നേരെ പോയി ഫജാഅ യഹ്മിലു യദഹു, ആ മുറിഞ്ഞ കയ്യും കൊണ്ട് പോയി. എവിടേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുറിഞ്ഞ കയ്യും കൊണ്ട് മുഅവ്വിദ് പോവുകയാണ്. യഹ്മിലു യദഹു, അതാ കയ്യും ചുമന്നുകൊണ്ട് ചെല്ലുന്നു. ഫബസഖ അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുറിവ് പറ്റിയ സ്ഥലത്തൊന്ന് തുപ്പിക്കൊടുത്തു. വഅൽസഖഹാ, മുറിഞ്ഞ കൈ ചേർത്ത് വെച്ചു കൊടുത്തു. ഫലസിഖത്ത്, ആ കയ്യങ്ങ് ചേർന്നിരുന്നു. കമ്മബറഅത് വസീബൻ ബില്ലംസി റാഹതുഹു وأطلقت أريبا من دبقة اللمم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ തട്ടിയപ്പോൾ എത്രയെത്ര അത്ഭുതങ്ങളാണ് ഉണ്ടായത്. ഇനി കണ്ടില്ലേ മറ്റൊരു സംഭവം, അതാ ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു ആണ്. ഖാതല യൗമ ബദരിൻ ബിസൈഫിഹി ഹഖൻ ഖതാ, വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയിൽ വാളങ്ങ് മുറിഞ്ഞുപോയി. ഫാതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുക്ക ചെന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ വാളങ്ങ് പൊട്ടിപ്പോയി. ഫഅതാഹു ജിദ്ലം മിൻ ഹതബിൻ, അപ്പോൾ ഒരു വിറകിന്റെ കഷ്ണം ഇങ്ങെടുത്തു. ഖാതിൽ ബിഹാ യാ ഉക്കാശ, ഓ ഉക്കാശത്ത് ബിൻ മിഹ്സനേ, ഈ വിറകും കൊണ്ടുപോയി യുദ്ധം ചെയ്താൽ മതി. ഫലമ്മാ അഖദഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സഹു ഫആദ സൈഫൻ ഫീ യദിഹി طويل القامة شديد المتن أبيض الحديدة فقاتل به حتى فتح الله على المسلمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു വിറകൻ കഷ്ണമാണ്. ഇതും കൊണ്ടങ്ങ് പോകുമ്പോഴേക്ക് അതാ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഒന്ന് കുലുക്കുമ്പോഴേക്ക് നോക്കിയപ്പോ അത് വാളായി. വെറും വാളല്ല, ത്വീലൽ ഖാമത്തി, നല്ല നീണ്ട വാളാണ്. ശദീദൽ മത്നി, അതിന്റെ പിടുത്തത്തിന് നല്ല കട്ടിയുള്ളതാണ്. അബിയൽ ഹദീദത്തി, നല്ല ലംഘുന്ന വാളാണ്. ഫഖാതല ബിഹി ഹത്താ ഫതഹല്ലാഹു അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വിജയം വരുന്നതുവരെ ആ വാളിന്റെ പേര് അൽ ഔൻ എന്നാണ് വാളിന് വിളിച്ചിരുന്നത്. ثم يزل عنده يشهد به المشاهد مع رسول الله صلى الله عليه وسلم حتى قتل في ايام الردة. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിന്റെ ദിവസങ്ങളിൽ അഥവാ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ദിവസങ്ങളിൽ കൊല ചെയ്യപ്പെട്ടു. അതുവരെയും കയ്യിൽ ആ വാളുണ്ടല്ലോ.
ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അബ്ദുറഹ്മാൻ ഖുബൈബ് അവിടുന്ന് പരിക്കേൽപ്പിക്കപ്പെട്ടു. ഇബ്നു അദി ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഒരു തോളങ്ങ് ചാഞ്ഞുപോയി. ഫതഫല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലഅമഹു വറദ്ദഹു ഫന്തബഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തുപ്പിയിട്ട് ആ തോളങ്ങ് നേരെയാക്കി കൊടുത്തു. അത് നേരെയായി പോയി. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, എന്റെ കണ്ണിന് കേടുവന്നു. ഖത്താദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് തെറിച്ചുപോയി. ആ കണ്ണ് വന്ന് കയ്യിൽ വീണു. ആ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് പുരട്ടിക്കൊടുത്തു. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ കൈയുടെ സ്പർശം കൊണ്ട്, തുപ്പുനീരിന്റെ ചന്ദനവ് കൊണ്ട് തോള് നേരെയായതുപോലെ, കണ്ണ് നേരെയായതുപോലെ, കാലലായതിരി അയ്യ ഐനൈഹി ഉസീബത്ത്, ഏത് കണ്ണിനാണ് പരിക്ക് പറ്റിയതെന്നറിയില്ല. ആ നിലയിൽ കണ്ണങ്ങ് നേരെയായും ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്നു. ഇമാം ബൈഹഖി ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അതുപോലെ തന്നെ അതാ റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബദർ യുദ്ധത്തിന്റെ അന്ന് അമ്പിന്റെ പരിക്കേറ്റു. ഫബസഖ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദഅ ലി മമാ ആദാനി മിൻഹാ ശൈഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിന്റെ മുറിവ് കൊണ്ട സ്ഥലത്ത് തുപ്പിത്തന്നു. ആ തുപ്പലിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗമങ്ങ് മാറിപ്പോയി. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ കണ്ടില്ലേ. യുദ്ധത്തിന്റെ തലേ ദിവസം സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ലെന്ന് പറയുന്ന ആളുകളുണ്ടാകാം. ശ്രദ്ധിക്കണം, നിരവധി സംഭവങ്ങൾ ഇവിടെ തന്നെ പറയാനുണ്ട്. എന്റെ പരമ്പര വിഷയാധിഷ്ഠിതമല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകിയാൽ ഹബീബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പിന്നൊരിക്കൽ പറയേണ്ടതുണ്ട്. അദൃശ്യമറിയുന്ന നബി, അത്ഭുതങ്ങൾ കാണിക്കുന്ന നബി, അവിടുത്തെ മുഅ്ജിസാത്തുകൾ മാത്രം ഒരു 10 ദിവസം പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ അവിടുന്ന് നൽകിയ മുന്നറിയിപ്പുകൾ മാത്രം വലിയൊരു പരമ്പരയ്ക്കും മാത്രമുണ്ട്. അതിനൊന്നും നമ്മുടെ ആയുസ്സിൽ തന്നെ സമയം കിട്ടുമോ എന്നറിയില്ല. ഏതായാലും അത്രയും വലിയ വിഷയത്തിന്റെ ലോകമാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന്റെ തലേ ദിവസം അതാ സ്വഹാബികളെയും വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ ഗദൻ ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഭൂമിയിൽ വെച്ചു. വവളഅ യദഹു ബിൽ അർളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് അടയാളം വെച്ചു. വഹാദാ മസ്റഉ ഫുലാൻ ഗദൻ ഇൻഷാ അല്ലാഹ്. നാളെ അബൂജഹൽ വീഴുന്നത് ഇവിടെയാണ്, നാളെ ഉത്ബത്ത് വീഴുന്നത് അവിടെയാണ്, നാളെ ശൈബത്ത് വീഴുന്നത് ഇവിടെയാണ്, നാളെ വലീദ് ബിൻ മുഗീറ വീഴുന്നത് ഇവിടെയാണ്. അങ്ങനെ അത് അടയാളം വെച്ച് കൊടുത്തു. ഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവല്ലദീ ബഅസഹു ബിൽ ഹഖ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ അഖ്തഉൽ ഹുദൂദ് അല്ലതി ഹദ്ദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു കടുകിട പോലും മാറിയിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ മലായികത്തിന്റെ സഹായത്തോടെ സ്വഹാബത്തിനൊപ്പം നടത്തിയ സമരം ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടുള്ള വിജയഗാഥയാണ്. അതുവരെ ക്ഷമിച്ചതിന്റെയും സഹിച്ചതിന്റെയും ഒരു പരിണിതിയാണ്. ഇനി മുന്നേറ്റത്തിന്റെ ദിനരാത്രങ്ങളാണ്. ഇനി നിയമ സംസ്ഥാപനത്തിന്റെ നിശയും പ്രഭാതവുമാണ്. ഇനി പുതിയ കാൽവെപ്പുകളുടെ കാലൊച്ചകളാണ്. ഇനി പുതിയ മുന്നേറ്റത്തിന്റെ കരസ്പർശങ്ങളാണ്. ബദർ യുദ്ധം ഞാനിവിടെ അവതരിപ്പിച്ചിട്ടില്ല, അത് ലക്ഷ്യം വെച്ചിട്ടുമില്ല. അതിന്റെ ഓരത്തുകൂടി ഒരു സഞ്ചാരമാണ്. ജാദൂ ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിനി ഗസ്വതി.
എല്ലാ പടക്കളങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ അവരെ കൊണ്ട് കഴിയുന്നത് മുഴുവനും നൽകി ദീനിന് വേണ്ട സേവനങ്ങൾ അവർ ചെയ്തു. ഇനി തൽക്കാലം ഇന്നു ഞാനിവിടെ സെമിക്കോളൻ ഇടുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മദീനയിലേക്ക് ഈ സമരത്തിന്റെ പരിണിതി എങ്ങനെ വരുന്നു? ബദറിന്റെ സമരത്തിൽ നിന്ന് നേടിയ വിജയത്തിന്റെ ധ്വനിയ തിരിബിൽ മുഴങ്ങുകയാണ്. മദീനയിലേക്ക് സന്തോഷത്തിന്റെ SMS-കളാണ്. അവിടുന്ന് മഹനീയമായ വിജയത്തിന്റെ സന്ദേശങ്ങളാണ്. മദീനയിലെ മിമ്പർ ആഘോഷിക്കുകയാണ്, മിഹ്റാബ് സന്തോഷിക്കുകയാണ്. മദീനയുടെ മണ്ണും മനസ്സും ഒരുപോലെ ഹബീബിന്റെയും സൈന്യത്തിന്റെയും വിജയത്തിൽ ചേരുകയാണ്. അതാ കണ്ടില്ലേ, നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന് ഇപ്രാവശ്യം രണ്ടു വിധത്തിലുള്ള ക്ലോസിംഗ് ആണ്. ഒന്ന് ഹബീബിനെ ആക്ഷേപിച്ചവരുടെ പരിണിതി, രണ്ട് ഹബീബിനെ സ്നേഹിച്ചവരുടെ സന്തോഷം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഈ അധ്യായങ്ങൾ ക്ലോസ് ചെയ്തത്. നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് മാത്രമാണ്. അഭിമാനം പറയാനും ആത്മസന്തോഷത്തോടെ ഓർക്കാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പേനയുന്തികൾ ഉയരുന്ന കാലമാണ്. ധാവട്ടത്തിലെ ബുദ്ധി കൊണ്ട് ലോകം മുഴുവൻ തിരിയുമെന്ന് അവകാശപ്പെടുന്നവരുടെ ലോകമാണ്. അവരോട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവര് മുഴുവനും അപഹസിക്കപ്പെട്ടു പോയി. ഹബീബിനെതിരെ തിരിഞ്ഞവര് മുഴുവനും നാണം കെട്ടുപോയി. അതാ ഹബീബിനെ ആക്ഷേപിച്ച മറ്റൊരു ദുര്യോഗിയാണ്. ആരെന്നല്ലേ? അസ്വദ് ബിൻ മുത്തലിബ് എന്ന് പറയുന്നയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു കളിയാക്കി. ഖുറൈശി ചക്കന്മാരെയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആയാണ്. അൽ ബിദായ വന്നിഹായ 2-ാം വാള്യം 126, ഇബ്നു ഹിശാം 2-ാം വാള്യം 218. അല്ലാഹുമ്മ അഅമി ബസറഹു വഅഫ്കിൽഹു വലദഹു. അല്ലാഹുവേ, അവന്റെ കണ്ണിനെ നീ അങ്ങെടുക്കണേ അല്ലാഹ്. അസ്വദ് ബിൻ മുത്തലിബിനെതിരെ ഹബീബിന്റെ ദുആ വന്നുപോയി. അല്ലാഹു തആല ആയത്തിറക്കി, ഫസ്ദഅ ബിമാ തുഅമർ വഅരിദ് അനിൽ മുശ്രികീൻ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ الذين يجعلون مع الله إلها آخر فسوف يعلمون. അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം നബിതങ്ങളെ കളിയാക്കിയവരെ മുഴുവനും തങ്ങളെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്, വിഷമിക്കണ്ട നബിയേ. നബിതങ്ങളുടെ മനസ്സിന്റെ വേദന അകറ്റുകയാണ്. അവസാനം ഈ അസ്വദ് ബിൻ മുത്തലിബ് എന്ന് പറയുന്നയാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു തോട്ടത്തിൽ ഇറങ്ങി. യാ ബുനയ്യ ലാ തദ്ഫഊന അന്നീ ഖദ് ഖുതിൽതു. അല്ല മക്കളെ, എന്താ എന്റെ മുമ്പിൽ ആരോ ഒരാൾ ഇങ്ങനെ തടയുന്നത് പോലുണ്ടല്ലോ. ഫജഅലൂ യഖൂലൂന മാ നറാ ശൈആ. ഞങ്ങളൊന്നും കാണുന്നില്ല. അലാ തംനഊന അന്നീ ഖദ് ഹലഖതു ഹാ ഹുവ ദത്തഅനു ബിശ്ശൗകി ഫീ ഐനീ. ഒരു വഴിയിൽ ഒരിക്കൽ ഇറങ്ങിയപ്പോൾ ഈ ചങ്ങാതി പറയാണ്, അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ്, എന്റെ കണ്ണിൽ ഇങ്ങനെ മുള്ളുകൊള്ളുന്നല്ലോ മക്കളെ, എന്റെ മുമ്പിലെന്തോ ഇങ്ങനെ തടയുന്നുണ്ടല്ലോ മക്കളെ, എന്റെ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ലല്ലോ മക്കളെ. മാനറാ ശൈആ. മക്കള് പറഞ്ഞ് ഞങ്ങളൊന്നും കാണുന്നില്ല. ഫലം യസൽ കദാലിക ഹത്താ അമിയത് ഐനാ. ചങ്ങാതിയുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ച് കളിയാക്കിയ ആളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് മക്കള് മുഴുവനും അയാളെ വലിച്ചെറിഞ്ഞ് ഒഴിവാക്കി കളഞ്ഞു. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ കളിയാക്കിയതാണ്. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ الذين يدعون مع الله إلها آخر فسوف يعلمون. അപ്പോൾ ഹബീബിനെതിരെ തിരിഞ്ഞവർ പേന കൊണ്ടാകട്ടെ, വര കൊണ്ടാകട്ടെ, വരി കൊണ്ടാകട്ടെ, മൊഴി കൊണ്ടാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ തിരിഞ്ഞവർ മുഴുവനും പരാജിതരായിപ്പോയി. ചിലർ നാൽക്കാലികൾക്കിടയിൽ വന്യജന്തുവായി, ചിലർ കാഴ്ചയില്ലാത്ത ഏഴകളായിപ്പോയി. അവസാനമതാ കണ്ടില്ലേ, ഓരോ ആളുകളുടെയും പരാജയം ഓരോ ദിവസം നമുക്ക് പറയാം. എന്നാൽ നമ്മളാരാണ്? സ്നേഹപ്രപഞ്ചത്തിലെ അംഗങ്ങളാണ്. നമ്മൾ വിജയിക്കേണ്ടവരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിജയിക്കേണ്ടവരാണ്. മുഅ്മിനീങ്ങളെല്ലാം ഒരു 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? കണ്ടില്ലേ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ലോകൈക ഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രനാണ്. മഹാനവറുകളങ്ങ് വഫാത്തായി. സ്വാലിഹീങ്ങളായ ആളുകൾ വഫാത്തായാൽ മറ്റ് സ്വാലിഹീങ്ങൾ കാണും. കണ്ടിട്ടവരുടെ അവസ്ഥകൾ വിലയിരുത്താറുണ്ട്. അബൂലഹബിന്റെ അവസ്ഥ പോലും സ്വപ്നത്തിലൂടെ വിലയിരുത്തിയത് പ്രമാണമായി മഹാന്മാരുദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സ്വഹാബികൾ ഉണ്ട്. സ്വഹാബത്തിനെ കണ്ട സ്വഹാബികളും താബിഈങ്ങളുമുണ്ട്. 2 കൂട്ടുകാരായ സ്വഹാബികൾ പരസ്പരം വീട്ടുവിശേഷങ്ങൾ വരെ സ്വപ്നത്തിലൂടെ അറിഞ്ഞിട്ടുണ്ട്. അത് അർ-റൂഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വരെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു പ്രസംഗങ്ങളിൽ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് അവസാനം ശാഫിഈ ഇമാമിന്റെ കാലക്കാരായ ആളുകൾ, വലിയ അലിമീങ്ങൾ സ്വപ്നത്തിൽ കണ്ടു. മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ ശാഫിഈ ഇമാം തങ്ങളോട് ചോദിക്കുകയാണ്, മാദാ ഫഅലല്ലാഹു ബിക യാ മുഹമ്മദ് ബിൻ ഇദ്രീസ്. ഓ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ തങ്ങളെ, അല്ലാഹു നിങ്ങളോട് എന്താണ് ചെയ്തത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഗഫറലീ വഅഹല്ലല്ലാഹുൽ ജന്നത ബിഅസ്രിഹാ. എനിക്ക് പുറത്തു തരികയും സ്വർഗമാകമാനം എനിക്ക് തുറന്നു തരികയും ചെയ്തു. സ്വർഗീയമായ ലോകത്തെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ശാഫിഈ ഇമാം തങ്ങളോട് ചോദിച്ചു, ബിമനിൽ തഹാദിഹിൽ മർതബ, ഈ വലിയ പദവി കിട്ടാൻ നിങ്ങൾക്ക് കാരണമെന്താണ്? മദ്ഹബിന്റെ ഇമാമാണല്ലോ. ചെറുപ്പകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോ തുപ്പുനീര് കൊടുത്ത നേതാവാണല്ലോ. എന്തുകൊണ്ടാണ് ഈ വലിയ പദവി കിട്ടിയത്? ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, ബിസ്സലാത്തി ഫീ ദൈലി കിതാബി, ഞാൻ എന്റെ കിതാബിന്റെ അവസാനത്തിൽ എഴുതിയ ഒരു സ്വലാത്താണ്. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ് അല്ലാഹു ജല്ല ജലാലുഹു എനിക്കിതെല്ലാം നൽകിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. اللهم صل على سيدنا محمد كلما ذكره الذاكرون وغفل عن ذكره الغافلون എന്ന സ്വലാത്ത് ഞാൻ എന്റെ കിതാബിൽ എഴുതി.
ആ കാരണത്താലാണ് എനിക്ക് അല്ലാഹു തആല ഇതെല്ലാം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ തങ്ങൾ പറഞ്ഞെങ്കിൽ, മുഅ്മിനീങ്ങളെ, ഇന്നലെയും പറഞ്ഞത് സ്വലാത്തിന്റെ മഹത്വമാണ്, ഇന്നും പറഞ്ഞത് സ്വലാത്തിന്റെ മഹത്വമാണ്. അതുകൊണ്ട് ആ ഹബീബിന്റെ പേരിൽ പരമാവധി സ്വലാത്ത് ചൊല്ലണം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് മുഹദ്ദിസുദ് ദഹ്ലവിക്ക് അഖ്ബാറുൽ അഖ്യാർ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാണാം, ബഖ്തിയാരിൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു ദിവസേന 3000 സ്വലാത്ത് ചൊല്ലുന്ന ആളായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ 3 രാത്രികളിൽ ആ സ്വലാത്ത് മുടങ്ങിയപ്പോൾ അടുക്കലുള്ള വലിയൊരു മഹാനായ പണ്ഡിതനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കതാ ബഖ്തിയാറുൽ കാക്കി അദ്ദഹ്ലവി എന്നയാൾ അദ്ദേഹം എനിക്ക് നല്ല സമ്മാനങ്ങൾ എന്നും തരാറുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് ആ സമ്മാനം കാണുന്നില്ല. ഉടനെ മഹാനവറുകൾ നേരെ പോയിട്ട് ചോദിച്ചു, അല്ല, ഡൽഹിയിലെ കുത്തുബ് മിനാർ എന്ന് പറയുന്ന ചരിത്ര സ്മാരകത്തിന്റെ പിന്നിൽ മഹ്റോളിയിലാണ് മഹാനവറുകളുടെ മഖ്ബറയുള്ളത്. ആ മഹത്തായ സ്ഥലത്ത് കിടക്കുന്ന മഹാൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ ദിവസേന ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. കല്യാണം കഴിച്ച ദിവസങ്ങളിൽ അതിന് സമയം കിട്ടാതെ പോയതാണ്. പിന്നീട് അതിനേക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് മഹാനവറുകൾ ഖുതുബുദ്ദീൻ എന്ന പദവിയിലേക്ക് ഉയർന്നതെന്ന് അഖ്ബാറുൽ അഖ്യാറിൽ അബ്ദുൽ ഹഖ് മുഹദ്ദിസുദ് ദഹ്ലവി എഴുതിയിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അതുപോലെ സ്വലാത്ത് ചൊല്ലി നല്ല ഉയരങ്ങളിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. സ്വലാത്ത് ദായിമാക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടാൻ ഒരമലും നമ്മുടെ കയ്യിലില്ല, ഒരു അമലും നമ്മൾ ചെയ്തിട്ടില്ല. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ അല്ലാഹു സ്വീകരിക്കുമോ? അശ്രദ്ധരായി നിസ്കരിച്ചു പോയതാണ്. എല്ലാ അമലുകളെക്കുറിച്ചും പേടിയാണ്. കണ്ണുകൊണ്ട് ഹറാമ് ചെയ്തു പോയവരാണ്, കാലുകൊണ്ട് തെറ്റിലേക്ക് നടന്നവരാണ്, കാതുകൊണ്ട് തോന്നിവാസം കേട്ടവരാണ്. ഒരവയവവും നല്ലതെടുത്തു വെക്കാനില്ല. ഒരു പ്രതീക്ഷയേ ഉള്ളൂ. ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞൊരു പ്രതീക്ഷയുണ്ട്. فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم. എന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് എന്നുണ്ട്. ഹബീബായ നബി തങ്ങളുടെ പേരാണ്. അതുകൊണ്ട് ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടേക്കാം. ഫറൂഖുൻ ഇസ്മി ഖബ്ലഹു ബിമുഹമ്മദി ബിസ്മി വശൗഖി ഖദ് വഖഫ്തു മുനാജിയാ. ആ പേരുകൊണ്ടൊരു പ്രതീക്ഷയുണ്ടെന്നാണ് ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞതെങ്കിൽ, അല്ലാഹു നമുക്ക് ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഔദാര്യം തരട്ടെ, മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ മൗലിദിന്റെ മജ്ലിസിൽ എന്നും എത്തിച്ചേരുന്ന മുഅ്മിനീങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉന്നതി നൽകണം റഹ്മാനേ. മൗലായ സ്വല്ലി വസല്ലിം